ഹലോ എവ്രി വൺ. ഇന്നത്തെ ഓവർ എക്സൈറ്റ്മെൻറ്റ് KSRTC യാത്ര മൂവാറ്റുപുഴയ്ക്കാണ്. മൂവാറ്റുപുഴൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മുടെ ഷിനുവും അശ്വിനും. ഷിനുവിൻ്റെ പുതിയ ബ്രസ കാറിലാണ് നമ്മുടെ യാത്ര. നീ ധൈര്യമായിട്ട് ഓടിച്ചോ എന്ന് പറഞ്ഞ് താക്കോൽ കേൾപ്പിച്ച് ഷിനുവോട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആലുവയ്ക്കാണ്. ആലുവ വൺസ് അപ്പോൺ എ റിവർ എന്നൊരു റിസോർട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദറാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ലൈക്ക് ഫാമിലി, എൻ്റെ കൊളീഗ്സാണ്. പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഷിനുവിന് വേണ്ടിയിട്ട് കവീസ് കഫേയിൽ കയറി. കവീസ് കഫേയിൽ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സും കോഫിയും ഒക്കെ കുടിച്ചു. അവരുടെ സ്നാക്സും കോഫിയും അതുപോലെ പൊടി ദോശ, പൊടി ഇഡ്ഡലി ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. സാധാരണ തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന ചില ഐറ്റംസ് ഒക്കെ കിട്ടും പെരുമ്പാവൂരിൻ്റെ സ്വന്തം കവീസ് കഫേയിൽ. അപ്പോൾ അവിടെ നമ്മൾ ആലുവ പുഴയുടെ ബ്യൂട്ടിയൊക്കെ കണ്ട് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇടയ്ക്കുന്ന് നമ്മൾ നമ്മുടെ സൂര്യ കൂട്ടിയിട്ടുണ്ട്. ആൻഡ് വൺസ് വി റീച്ച് ദെയർ, അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ നിമ്മിയാണ് കേട്ടോ. നിമ്മിക്കൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറിയത്. അപ്പോൾ ചെന്ന് കയറി ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പൂളുണ്ട്. അപ്പോൾ പൂളിൻ്റെ സൈഡിൽ നമ്മുടെ മോം ടു ബി കൃഷ്ണയും ട്രീസയും അവർ കുട്ടികൾ പൂളിൽ കളിക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു ബിൽഡിങ്ങിലാണ് നമുക്കൊരു റൂം അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ ആലുവ പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് ഗോസിപ്പൊക്കെ അടിച്ചിരിപ്പുണ്ട്. സോ ഐ ജോയിൻ വിത്ത് ദം ആൻഡ് സോ ഹാപ്പി ടു മീറ്റ് ദം. ഞാനൊരു മാസം കഴിഞ്ഞിട്ടാണ് അവരെ മീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ബോർഡ് ഗെയിംസിനൊക്കെ വേണ്ടിയിട്ട് കോമൺ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ലൂഡോയും ഒരു ഗ്രൂപ്പ് ക്യാരംസും ഒക്കെ കളിച്ചു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിൽ ഒരു കോമൺ സ്പേസ്, അതുപോലെ കോമൺ സ്പേസിൽ നമ്മൾ ഗെയിം അതൊക്കെ എന്താ പറയുക, വളരെ ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് അവരവിടെ തന്നെ ടീയും സ്നാക്സും പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയൊരു മോം ടു ബി സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരുന്നു നമ്മുടെ കൃഷ്ണമോക്ക് വേണ്ടിയിട്ട്. അതൊരു സർപ്രൈസ് പ്ലാൻ ആയിരുന്നു. സോ വി ജസ്റ്റ് ഹാഡ് ഗുഡ് ടൈം കട്ടിങ് ദ കേക്ക് ആൻഡ് സെലിബ്രേറ്റിംഗ് ദ മൊമെൻറ്റ്. അതിനുശേഷം ഞങ്ങൾ പതുക്കെ വെളിയിലൊക്കെ ഇറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് പിന്നെ റൂമിലേക്ക് പോയി. അതിന് മുന്നേ എല്ലാവരും കൂടെ റൂമിൻ്റെ വെളിയിലൊരു കോമൺ സ്പേസ് വീണ്ടും എഗെയിൻ ഒരു ടേബിൾ ആൻഡ് കുറച്ച് ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിച്ച് ഈ പുഴയുടെ വിഷ്വലും അതുപോലെ ഈ മരങ്ങളൊക്കെ കണ്ടിരിക്കാം. ഇതാണ് നമുക്ക് തന്നിരുന്ന റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമുക്ക് ജസ്റ്റ് ഫ്രഷൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് റൂം എടുത്തത്. ബിക്കോസ് നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫോർ ദ ഡേ മാത്രമായിരുന്നു. അപ്പോൾ പൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ദി പ്രൊവൈഡഡ് ആസ് ലഞ്ച്. ഒരു ഡീസൻറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. അവർ നമുക്ക് ടേബിളിൽ തന്നെ സെർവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആൻഡ് ദേ പ്രൊവൈഡഡ് വെരി ഗുഡ് ഫുഡ്. വളരെ ഒരു ഗെറ്റ് ടുഗദറിന് പറ്റിയ ഒരു ഫുഡായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ സൂപ്പ്. പിന്നെ അതിനുശേഷം ചപ്പാത്തി, ചിക്കൻ, ഫിഷ്, അത്യാവശ്യം വെറൈറ്റികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് എൻഡഡ് വിത്ത് സ്വീറ്റ്. ഐസ്ക്രീം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒരു റൗണ്ട് ചുറ്റുപാടൊക്കെ നടന്നു. പിന്നെ പുഴയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഒരു കടവ്, അവർ കുറച്ച് ഭംഗിയായിട്ടൊരു കടവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല പടവൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവർ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഊഞ്ഞാലാടുക, സൈക്കിളിൽ കയറുക. അപ്പോൾ അങ്ങനെ അവർ കുറേ ആക്ടിവിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ഫിഷിങ്, ബോട്ടിങ് മാത്രം തലേദിവസം നമ്മൾ ബുക്ക് ചെയ്യണം. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി മഴയായിരുന്നെങ്കിൽ അത് വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ആ പുഴയുടെ സൈഡിൽ പോയി വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പേര് ഫിഷിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഷിനു മണ്ണിരയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആ പുഴയുടെ എല്ലാ ബ്യൂട്ടിയും ഉണ്ട്. അതുപോലെ ഞങ്ങളെ ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു വന്നത്തെ ദിവസം. ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് നല്ല തെളിഞ്ഞൊരു ദിവസം കിട്ടി. എന്നാൽ ഒരുപാട് ചൂടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് കുറേ ചിരിച്ച് കുറേ സന്തോഷിച്ച് എന്താ പറയുക, നിങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം. പിന്നെ നമുക്ക് കുറച്ച് റീൽസ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനാണ് ഇത്. അതായത് ഞങ്ങൾ 10 പെണ്ണുങ്ങളും ഷിനുവുമാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഞങ്ങളെ സഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
എനിവേ ഷിനു നന്നായി ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് നല്ലൊരു ബ്രദറോ അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടിങ് ഫാക്ടറാണ് ഷിനു എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഞങ്ങൾ ഓർത്തു നമ്മുടെ ട്രെൻഡിങ് ബേബി ഡോളിൻ്റെ ഡാൻസ് കളിക്കാവുന്ന ഞങ്ങളുടെ മോം ടു ബിയെ നടുക്ക് നിർത്തിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണല്ലോ. ഇപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് നമുക്ക് എപ്പോഴും കിട്ടില്ല. കിട്ടുമ്പോൾ അത് നന്നായി ആഘോഷിക്കുക, നന്നായി സെലിബ്രേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഡാൻസിനൊക്കെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആക്ച്വലി ചായയും സ്നാക്സും നമുക്ക് വീണ്ടും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ കടവിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ കുറച്ച് നേരം ഷിനുവും അശ്വിനും മാത്രം പൂളിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് നടക്കുന്ന നേരത്ത് പിന്നെ ഞങ്ങളുടെ ദിവസം പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ. ഞങ്ങൾക്കിത് തീരണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയെന്നും നമ്മൾ വീണ്ടും ഇതുപോലെ പോവുക, ഇനി പോകുമ്പോൾ നമുക്കൊരു സ്റ്റേക്കേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒത്തിരി വിഷമത്തോടു കൂടി ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ബൈ ബൈ പറഞ്ഞത്. അതായത് നമുക്ക് തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സന്തോഷമായിട്ടും സ്ട്രെസ് ഇല്ലാതെ സന്തോഷമായിട്ടും സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് എ വണ്ടർഫുൾ കൊളീഗ്സ്. ഈ കൊളീഗ്സിനെ നമുക്ക് അത്രയും ഫാമിലി പോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എനിക്കെന്തോ അതിനുള്ള ഭാഗ്യം ഇപ്പോഴും അല്ല, നേരത്തെയും ഇപ്പോഴും പണ്ടും എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബൈ ബൈ സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പല പല വഴിക്ക് പോകാനുള്ള ആളുകളാണ്. ആലുവ റോഡിനോട് സൈഡ് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ഊബർ കിട്ടാനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ പെർ ഹെഡ് 1700 റുപ്പീസായിരുന്നു നമുക്കെല്ലാം കൂടെ എക്സ്പെൻസ് ആയത്. വീണ്ടും ആലുവ പുഴ ക്രോസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ആഫ്റ്റർ ദാറ്റ് ഡേ. എന്തൊരു സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നതെന്നറിയാമോ.